ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി ഉണ്ടല്ലോ, നല്ല ചെമ്മീൻ തീയലാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ വേറെ ഒരു കറികളുടെ ആവശ്യമില്ല. ഈ ഒരു കറി കൂട്ടി എത്ര വേണേലും ചോറിനാം. നോർമലി എനിക്ക് തീയൽ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ചെമ്മീൻ തീയൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ ചെമ്മീൻ തീയലിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറുള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി അതൊരു 10-15 എടുത്തിട്ടുണ്ട്. 2 കുഞ്ഞ് സവാള എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്, 2-3 തണ്ട് കറിവേപ്പില. ഇത്രയും ആദ്യമേ സെറ്റാക്കി വെച്ചോളൂ. അതിനുശേഷം നമുക്ക് തേങ്ങ വറവിട്ടെടുക്കണം. ഞാനൊരു 3/4 തേങ്ങയോളം ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മേടിക്കുന്ന ചിലവിൽ കിട്ടുന്ന തേങ്ങയാണിത്. ആ ഒരു അളവിന് പറയുകയാണെങ്കിൽ 3/4 തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആദ്യമേ തന്നെ ഒരു ചീനച്ചട്ടിയിലിട്ട് നല്ല പോലെ വറുത്തെടുക്കുക. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളൊന്ന് മീഡിയം സിമ്മിലിട്ടാണ് വറുത്തെടുക്കുന്നതെങ്കിൽ ഒട്ടും വെളിച്ചെണ്ണ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി, നല്ല ടേസ്റ്റാണ് കേട്ടോ. മല്ലി അരച്ചെടുക്കുന്ന മല്ലിപ്പൊടി ചേർക്കുന്നതിലും ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ക്രഷ് ചെയ്യണമെന്നില്ല, അല്ലാതെ നോർമൽ ചില്ലി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈവൻ മുളക് പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം, മല്ലിപ്പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുറേ ഒരു 10-15 മിനിറ്റിനുള്ളിൽ മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് നമ്മുടെ തേങ്ങ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് എണ്ണ കിനിയുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ എണ്ണയൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ തേങ്ങാപ്പാലിൽ എണ്ണ അത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് തണുക്കാൻ വെച്ചേക്കാം. അപ്പം നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളിയും വലിയ സവോളയും 2 അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയുള്ളിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സവോള പറ്റില്ലെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ നമ്മുടെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് വേണേൽ ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒരുമാതിരി നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് വാടി തളർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി അതിൻ്റെ നൂലൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ, നല്ല ഫ്രഷ് ചെമ്മീനാണ് കേട്ടോ, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ, അതായത് ഉള്ളി വഴറ്റുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം നമ്മുടെ ചെമ്മീനും സവോള എല്ലാം കൂടി, സവോള ചെറിയുള്ളി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഈ സമയത്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നല്ല അടിപൊളിയായിട്ട് ഈ ഒരു മസാല മിക്സ് ചെയ്തെടുക്കണം. ഒത്തിരി മസാലകളൊന്നും നമുക്ക് ആവശ്യമില്ല. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തു. പിന്നെ നമ്മൾ തേങ്ങ വറുത്തതിൽ മല്ലിപ്പൊടിയല്ല നമ്മൾ ചേർത്തിരിക്കുന്ന മല്ലിയും ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇതൊന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു അതായത് നമ്മൾ മീനിൻ്റെ ലെവലിനേക്കാളും താഴ്ന്ന് കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ആ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ ചെമ്മീൻ നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ ഒരു 10-15 മിനിറ്റുള്ളിൽ തന്നെ നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ നമ്മളിത് തേങ്ങ ഇവിടെ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് ഇങ്ങനെ അരച്ചെടുക്കുക എന്താ ചെയ്യേണ്ടതെന്നറിയോ, നമ്മൾ ആ തേങ്ങ ആദ്യമേ വെള്ളം ചേർക്കാതെ തന്നെ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുമ്പോഴാണ് നല്ല മഷി പോലെ കിട്ടുന്നത്. പിന്നെ നമുക്ക് ഗ്രേവി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ആ ഒരു മസാല സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, നല്ല പോലെ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അതിലേക്ക് പുളി ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി പിഴിഞ്ഞ് മാറ്റിയിട്ട് ആ വെള്ളം ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവി കൂടിപ്പോയെന്ന് വിചാരിക്കേണ്ട, നമുക്കത് വറ്റിച്ചെടുക്കാം കേട്ടോ. കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പിന്നെ തുറന്ന് വെച്ചിട്ട് എത്രത്തോളം ഗ്രേവി മതിയോ അത്രത്തോളം നമുക്ക് വറ്റിച്ചെടുക്കാൻ പറ്റും കേട്ടോ.
അപ്പം നമുക്ക് കുറച്ച് അധികം ഗ്രേവി വേണം, എങ്കിലും അത് ഇരുന്ന് വറ്റുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പം വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ താളിച്ചെടുക്കുന്നത്. ഇല്ലെങ്കിൽ ആദ്യമേ നമ്മൾ കുഞ്ഞുള്ളിയൊക്കെ വഴറ്റില്ലേ, ആ സമയത്ത് തന്നെ ഞാൻ കടുകങ്ങ് താളിക്കും. അപ്പം എക്സ്ട്രാ എണ്ണ യൂസ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2 ചെറിയ ഉള്ളി കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ല കറിവേപ്പില നന്നായിട്ട് കരിഞ്ഞല്ല മുരിഞ്ഞ് വരുന്നവരെ വഴറ്റിയെടുക്കുക. എന്നിട്ട് നേരിട്ട് ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്ന ചെമ്മീൻ കറിയിലേട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. നല്ല അടിപൊളി കിടുക്കാച്ചി ടേസ്റ്റിലുള്ള ചെമ്മീൻ തീയലാണ്. ഇതാ കണ്ടോ, ഇപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമൊന്നും അല്ല, നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് ഇരുന്ന് നന്നായിട്ട് ചട്ടിയിലും കൂടി ആയതുകൊണ്ട് തന്നെ ഇരുന്ന് നന്നായിട്ട് വറ്റുന്നൊരു കറിയാണ്. അപ്പോൾ എന്താ പറയുക, ചാറ് കറിയായിട്ട് വേണ്ടവർക്ക് നമ്മൾ ഒത്തിരി ഇങ്ങനെ തിളപ്പിക്കേണ്ട കാര്യമില്ലെന്നേ ഉള്ളൂ. നല്ല അടിപൊളി ചെമ്മീൻ തീയലാണ്. ഒരു തവണയെങ്കിലും ഞാൻ ഉണ്ടാക്കിയ ഈ സെയിം രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇതാ കണ്ടോ, നമ്മുടെ ചെമ്മീൻ തീയൽ ഒരു അരമണിക്കൂറിന് ശേഷം നല്ല അടിപൊളിയായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പറ്റുമെങ്കിൽ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇത്രയൊക്കെ ചെയ്താൽ മതി. താങ്ക് യു. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.